നമസ്കാരം. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. ഗംഭീരമായിട്ടുള്ളൊരു ദിവസമാണ് ഇന്നുണ്ടായിരുന്നത്. നിഫ്റ്റി അതിൻ്റെ ഇൻട്രാഡേ ലോയിൽ നിന്ന് 190 പോയിന്റ് റാലി രേഖപ്പെടുത്തുകയും നിഫ്റ്റി 23,500 മുകളിൽ ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ മാർക്കറ്റിൻ്റെ പ്രത്യേകത. ഇന്ന് റിലയൻസും ഇൻഡസ്ഇൻഡ് ബാങ്കും ഫോൾ ആയാലെന്താ, HDFC ബാങ്കും ICICI ബാങ്കും MNMും നിഫ്റ്റിനെ അതിശക്തമായ രീതിയിൽ മുകളിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് പരിശോധിക്കാം. നിഫ്റ്റിയുടെ ചാർട്ടിൽ കാണാൻ സാധിക്കും ഇന്നത്തെ ലോ 23,360. സ്ലൈറ്റ്ലി ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്ത് വീണ്ടും നിഫ്റ്റി ഇടിഞ്ഞ് 23,360 മാർക്കറ്റിൽ ഇന്നത്തെ ലോ ക്രിയേറ്റ് ചെയ്ത്, അതും മൾട്ടിപ്പിൾ ടൈം ഇന്ന് 2 തവണയാണ് മാർക്കറ്റ് അതേ ലോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നീട് മുന്നും പിന്നും നോക്കാതെ നിഫ്റ്റി അതിശക്തമായിട്ട് 199 പോയിന്റിന്റെ ഒരു റാലി രേഖപ്പെടുത്തി. ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്ന് 36 പോയിന്റും സെൻസെക്സ് 131 പോയിന്റിന്റെയും ബാങ്ക് നിഫ്റ്റി 42 പോയിന്റിന്റെയും ഒരു അപ്സൈഡ് രേഖപ്പെടുത്തി. കൂടാതെ തന്നെ ഇന്ന് നിഫ്റ്റിയിലെ MNM, ശ്രീറാം ഫിനാൻസ്, പവർ ഗ്രിഡ്, ഗ്രാസിം, സൺഫാർമ തുടങ്ങിയ കമ്പനീസാണ് മികച്ച നേട്ടം കൈവരിച്ചത്. 2 മുതൽ 2.5% വരെയുള്ള റാലിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സിപ്ല, ഇൻഡസ്ഇൻഡ് ബാങ്ക്, ആദാനി പോർട്ട്, കോൾ ഇന്ത്യ, ടാറ്റ സ്റ്റീൽ തുടങ്ങിയ കമ്പനീസ് 1% മുതൽ 2.5% വരെയുള്ള സ്ലൈറ്റ്ലി പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിട്ടുണ്ട്. മാർക്കറ്റിൽ നടന്ന ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റോക്ക് ആക്ഷനിലേക്ക് വരികയാണെങ്കിൽ MNM കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം സ്ലൈറ്റ്ലി പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നതിന് ശേഷം ഇന്ന് 3% ഉയർന്ന് ശക്തമായ രീതിയിൽ തിരിച്ചെത്തി. ശ്രീറാം ഫിനാൻസും ഇന്ന് നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ 3% റാലി രേഖപ്പെടുത്തി. ഈ ഒരു മാസം 23% റാലി ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സിപ്ല ഇന്ന് ഫോൾ ആവാൻ്റെ റീസൺ നമ്മൾ രാവിലെ പ്രീ മാർക്കറ്റ് ഡിസ്കസ് ചെയ്തിരുന്നു. US ഡ്രഗ് കൺട്രോൾ അതോറിറ്റി അവർക്ക് ഇൻസ്പെക്ഷൻ നടത്തി 6 ഒബ്സർവേഷൻസ് റൈസ് ചെയ്തിരുന്നു. റിയാലിറ്റി മേഖലയിൽ ബൈയിങ് തുടരുന്നുണ്ട്. കൂടാതെ തന്നെ ഡിഫൻസ് സെക്ടറിൽ HAL വീണ്ടും ശക്തമായ രീതിയിൽ മുകളിലേക്ക് പോകുന്നുണ്ട്. ഗാർഡൻ ഷിപ്പ് ബിൽഡേഴ്സ് പുതിയൊരു ഓർഡർ കിട്ടിയ കാരണം കൊണ്ട് ഇന്ന് റാലി രേഖപ്പെടുത്തി. ഫെർട്ടിലൈസർ കമ്പനീസിന് GST എക്സംഷൻ സംബന്ധിച്ചിട്ടുള്ള ആ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ന് കമ്പനി ഏകദേശം ഫെർട്ടിലൈസർ സ്റ്റോക്കുകൾ സ്ലൈറ്റ്ലി പ്രോഫിറ്റ് ബുക്കിങ്ങിലേക്ക് പോയിട്ടുണ്ട്. ഇനി ഗ്ലോബൽ മാർക്കറ്റ് നമുക്ക് പരിശോധിക്കുമ്പോൾ ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിനിലെ വലിയൊരു ഫോള് കണ്ടു. 3000 പോയിന്റ് ഒരു ഇടിവുണ്ടാക്കി 61,000 എന്ന റേഞ്ചിൽ നിൽക്കുകയാണ്. ഗോൾഡ് $2,326 പെർ ഔൺസ്, $5 പെർ ഔൺസിൽ നിന്ന് ഉയർന്നു. ബ്രന്റ് ഓയിൽ 85. ഓസ്ട്രേലിയ റെഡിലടച്ചു, ചൈന റെഡിലടച്ചു, കൊറിയ റെഡിലടച്ചു. നിക്കി ജപ്പാൻ മാർക്കറ്റ് ഗ്രീനിൽ അടച്ചു. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ പോസിറ്റീവാണ്. ഇന്ത്യ വിക്സ് 6% സ്പൈക്ക് ചെയ്ത് 14. ഡാക്സ്, CSE 40, FTSE തുടങ്ങിയ യൂറോപ്യൻ മാർക്കറ്റ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് പോസിറ്റീവാണ്. നാളെ ഫിൻനിഫ്റ്റിയുടെ എക്സ്പയറിയാണ്. സ്പോട്ട് ഉള്ളത് 23,000 ആണ്. മേജർ റെസിസ്റ്റൻസ് സോൺ 23,500, സപ്പോർട്ട് 22,500 എന്ന നിലയിലാണ്. യൂണിഫോമായിട്ട് എല്ലാ സ്ട്രൈക്കുകളിലും ആളുകൾ കയറുന്നുണ്ട്. ഇപ്പോൾ നമുക്കുള്ള പുട്ട് കോൾ റേഷ്യോ 1.25 ആണ്. ഓപ്ഷൻ ആളുകളെല്ലാം തന്നെ കൂടുതൽ ആക്റ്റീവായിട്ട് വരുന്നുണ്ട്. മാർക്കറ്റിലിപ്പോൾ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് F1ലുള്ള ഒരു ടാക്സ് ആയിട്ട് സംബന്ധിച്ചുള്ള ഒരു കാര്യമാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ എക്സിറ്റ് പോള് പറഞ്ഞിട്ട് പോലും ഇവിടെ കാര്യങ്ങളിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം റൂമേഴ്സിന് യാതൊരു തരത്തിലുള്ള അടിസ്ഥാനമായിട്ടുള്ള ഒരു വാല്യൂ ഇല്ല, അല്ലെങ്കിൽ അതിനൊരു തെളിവോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ല. എന്തായാലും നമുക്ക് ബഡ്ജറ്റ് വരട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും അതിലൂടെ പറയുമ്പോൾ മാത്രമാണ് നമുക്ക് കൃത്യമായിട്ടൊരു കൺക്ലൂഷനിൽ എത്താൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു തീരുമാനങ്ങളിലേക്ക് പോകില്ല എന്ന് തന്നെയാണ് പൊതുവേ മാർക്കറ്റ് വിശ്വസിച്ച് വരുന്നത്. കാരണം ഇത് FISന് അത് സീവിയറായിട്ട് ബാധിക്കുന്നതാണ്. ഇന്ത്യൻ റീറ്റെയിലേഴ്സിനെ സീവിയറായിട്ട് ബാധിക്കുന്നതാണ്. എസ്പെഷ്യലി ബ്രോക്കേഴ്സിനെല്ലാം തന്നെ സീവിയറായിട്ട് ബാധിക്കുന്നതാണ്. ഇവിടെ ഒരുപാട് ബ്രോക്കേഴ്സ് ഉണ്ടായിട്ട് പോലും റിലയൻസും ബ്ലാക്ക് റോക്കും കമ്പൈൻ ചെയ്തിട്ട് ഒരു പുതിയ ബ്രോക്കറൊക്കെ വരികയാണ്. അപ്പോൾ ബ്രോക്കറിന് പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത് ഇൻട്രാഡേയും അതുപോലെ തന്നെ ഈ ഒരു ഓപ്ഷൻ്റെ ട്രേഡുമാണ്. പല ബ്രോക്കേഴ്സും ഇവിടെ സ്റ്റോക്ക് വാങ്ങി വിൽപ്പന നടത്താനും IPOയിൽ അപ്ലൈ ചെയ്യാനും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ചാർജ് ഈടാക്കുന്നില്ല. ബ്രോക്കേഴ്സിൻ്റെ പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇൻട്രാഡേ ട്രേഡും കൂടാതെ തന്നെ ഈ ഒരു ഡെറിവേറ്റീവിലുള്ള ട്രേഡാണ്. ഡെറിവേറ്റീവിൽ ഇൻട്രാഡേ എന്നില്ല, മറ്റേ പൊസിഷനിലില്ല, രണ്ടിനും ഒരേ ചാർജാണുള്ളത്. അപ്പോൾ അതാണ് അവരുടെ പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത്. അപ്പോൾ എനിവേ അസംഷൻസാണ് എല്ലാം തന്നെ. വരുമെന്നോ വരില്ല എന്നൊന്നും പറയാൻ സാധിക്കില്ല. വരട്ടെ,
അതുവരെ നമുക്ക് കാത്തിരിക്കാം. അതിനു മുമ്പ് അത്തരത്തിൽ മാർക്കറ്റിനെ ഒന്ന് ഷോർട്ട് ചെയ്യാൻ ശ്രമിക്കരുത്. കാരണം ഇന്ന് മാർക്കറ്റ് ഗംഭീരമായിട്ട് തിരിച്ചു കയറിയിട്ടുണ്ട്. ബയേഴ്സ് ശക്തമായിട്ട് സ്ട്രോങ് ആണ് എന്നുള്ളതാണ് ഇന്നത്തെ മാർക്കറ്റ് തെളിയിക്കുന്നത്. നമുക്ക് സ്റ്റോക്കുകളുടെ ആക്ഷനിലേക്ക് വരാം. ഇന്നലെ നമുക്ക് ഇവിടെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 17 പേരാണ് പങ്കെടുത്തിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനും സ്വിങ്ങും ഓഫ്ലൈൻ ക്ലാസ് നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ ഈ 2 കോഴ്സും ഓൺലൈനായിട്ടും വരാൻ പറ്റാത്ത ആളുകൾക്ക് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യാം. സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് വരാം. ആദ്യം അദാനി പോർട്ടായിട്ട് ബന്ധപ്പെട്ട ന്യൂസാണ്. BSEയിൽ ഇൻക്ലൂഷൻ ആയിട്ടുണ്ട്. വിപ്രോ അദാനി ഈ ഒരു BSEയിൽ നിന്ന് ഔട്ടായിട്ടുണ്ട്. ട്രേഡ് വാട്ടർ ഇന്ന് റാലി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇവരുടെ പ്രൊമോട്ടേഴ്സ് കമ്പനിയിൽ സ്റ്റേക്ക് വർദ്ധിപ്പിക്കാനായിട്ട്, നിക്ഷേപം വർദ്ധിപ്പിക്കാനായിട്ടുള്ള അപ്രൂവൽ ലഭിച്ചു. TCS ഇവരുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖല ശക്തിപ്പെടുത്താനായിട്ട് കമ്പനി തീരുമാനിച്ചിട്ടുണ്ട്. എയർടെല്ലായിട്ട് സംബന്ധിച്ച് കുറച്ച് ന്യൂസുകളുണ്ട്. ഒന്നാമത് എയർടെൽ ഇൻഡസ് ടവറിൻ്റെ ഒരു സ്റ്റേക്ക് ഐഡിയ PLCയുടെ ഭാഗത്തു നിന്ന് അക്യൂർ ചെയ്തു എന്നുള്ളതാണ് ഒരു ന്യൂസ്. കൂടാതെ തന്നെ ഇവരുടെ താരിഫ് വർദ്ധിപ്പിക്കുന്നുണ്ട്. അതായത് ചാർജസുകളെല്ലാം തന്നെ ഉയർത്താനായിട്ട് കമ്പനി തീരുമാനിച്ചിട്ടുണ്ട്. സ്വാൻ എനർജി കമ്പനി ഇവർ TOPL കമ്പനിയുടെ 49% സ്റ്റേക്ക് 440 കോടി രൂപ മുടക്കി അക്യൂർ ചെയ്തിട്ടുണ്ട്. ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് ഇന്ന് ഇടിഞ്ഞിട്ടുണ്ട്. ഇവരുടെ റവന്യൂ ഫോർകാസ്റ്റ് ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനി കുറച്ച് കാണിച്ചു എന്നുള്ളതാണ്. RPP ഇൻഫ്ര ശക്തമായ റാലി രേഖപ്പെടുത്തി 152 കോടി രൂപയുടെ ഓർഡർ ഉത്തർപ്രദേശിൽ നിന്ന് കമ്പനിക്ക് ലഭിച്ചു. റൂട്ട് മൊബൈലും ഇന്ന് റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവർ വാട്സപ്പ് ബേസ്ഡ് ടിക്കറ്റ് സിസ്റ്റം നാഗ്പൂരിലും പൂനെയിലും ഹൈദരാബാദിലുള്ള മെട്രോസിൽ ഇവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. IRCTC ഇവരുടെ ഈ ഒരു പിൽഗ്രിം ട്രെയിൻ സർവീസ് എല്ലാം തന്നെ വിപുലപ്പെടുത്തുന്നുണ്ട്. അതായത് ഈ സ്പെഷ്യലായിട്ടുള്ള സ്ഥലങ്ങളിൽ ഈ IRCTCയുടെ അല്ലെങ്കിൽ ട്രെയിനുകൾ വിനോദസഞ്ചാരത്തിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റി നിലവിൽ ഇവർക്ക് ഇത്തരം ട്രെയിനുകളെല്ലാം തന്നെ സർവീസ് നടത്തുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബിസിനസ് ഇവർ വിപുലപ്പെടുത്താനായിട്ട് കമ്പനി തീരുമാനിച്ചിട്ടുണ്ട്. ആമി ഓർഗാനിക് കമ്പനി 25% റവന്യൂ ഫോർകാസ്റ്റാണ് കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നത്. വെൽസ്പൻ സ്പെഷ്യാലിറ്റി കമ്പനി 117 കോടി രൂപയുടെ ഓർഡർ NTPCയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട്. സ്റ്റോക്കിൽ നിന്ന് റാലി രേഖപ്പെടുത്തി. ICICI ബാങ്ക് രാജ്യത്തിൽ ആദ്യമായിട്ട് സ്മാർട്ട് ലോക്ക് സിസ്റ്റം സേഫ്റ്റി മെഷേഴ്സിൻ്റെ ഭാഗമായിട്ട് എല്ലാ പ്ലാറ്റ്ഫോമിലും ഒരേ സമയം ലോഗ് ഔട്ട് ചെയ്യാനായിട്ടുള്ള ഒരു പ്രത്യേക ഫീച്ചർ ICICI ബാങ്ക് ഇവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു മൊബൈൽ കളഞ്ഞു പോയാൽ അല്ലെങ്കിൽ ലാപ്പ് കളഞ്ഞു പോയാൽ ഏതെങ്കിലും ഒരു ഡിവൈസിൽ നിന്ന് ലോഗ് ഔട്ട് ചെയ്താൽ എല്ലാ ഡിവൈസിൽ നിന്ന് ലോഗ് ഔട്ട് ആകുന്ന ഫേസ്ബുക്കിന് സമാനമായിട്ടുള്ള ഒരു ഫെസിലിറ്റി ICICI ബാങ്ക് ലോഞ്ച് ചെയ്തു. സംഗി മൂവേഴ്സ് കമ്പനി ഇവർക്ക് 180 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. സ്റ്റോക്ക് നിന്ന് മൂവ് ചെയ്തിട്ടുണ്ട്. സെഞ്ചുറി ടെക്സ്റ്റൈൽസ് കമ്പനി ഇവർ 2500 കോടി രൂപ മുടക്കി പൂനെയിൽ ലാൻഡ് ഇവർ അക്യൂർ ചെയ്തിട്ടുണ്ട്. പേടിഎം കമ്പനി വീഗോ ആയിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് ഇവർ സൈൻ ചെയ്തു. NTPC കമ്പനി 100 കോടി രൂപയുടെ ഒരു ഓർഡർ ഹൈദരാബാദ് ബേസ് ചെയ്തിട്ടുള്ളൊരു കമ്പനിയിൽ നിന്ന് ലഭിച്ചു. L&T കമ്പനിക്ക് 2500 കോടി രൂപയുടെ ഓർഡർ പവർ ട്രാൻസ്മിഷൻ ഓർഡർ കമ്പനിക്ക് ലഭിച്ചതായിട്ടാണ് ഇപ്പോഴുള്ള ന്യൂസ്. നിങ്ങൾ ഇൻവെസ്റ്റേഴ്സും ട്രേഡേഴ്സും തേടുന്ന നമ്മുടെ IPO ഡീറ്റെയിൽസ്, ഡിവിഡൻഡ് ഡീറ്റെയിൽസ്, അങ്ങനെയുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മുടെ ട്രേഡ് ബഡ്ഡി എന്ന് പറയുന്ന bismate.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ട്രേഡിംഗ് ഡിവിഷനിൽ അവൈലബിൾ ആണ്. അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും രാത്രി നേരുന്നു. നാളെ കൃത്യം 7:00 പ്രീ മാർക്കറ്റ് ന്യൂസായിട്ട് എത്താം. ശുഭരാത്രി.